ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയിൽ പ്രധാനമായും രണ്ട് മാർഗത്തിലൂടെ നിങ്ങൾക്ക് വരുമാനമുണ്ടാക്കാം. ഒന്ന്, ചില്ലറ വിൽപ്പന. ഹോൾസെയിൽ വിലക്കു കമ്പനി നിങ്ങൾക്ക് നൽകുന്ന ഉൽപ്പന്നങ്ങൾ റീറ്റെയിൽ വിലക്ക് വിറ്റ് ലാഭം നിങ്ങൾക്കെടുക്കാം. അത് സാധാരണ നടക്കുന്ന ആദ്യ ഒരു കാര്യം. കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു, ഹോൾസെയിലേക്ക് വാങ്ങി റീറ്റെയിൽ വിലക്ക് വിൽക്കുന്നു. അതിൽ നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഉൽപ്പന്നം ഹലാലായ ഉൽപ്പന്നമാണോ, ഹലാലായ രീതിയിലാണ് വിൽപ്പന നടക്കുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് സംസാരമില്ല. പിന്നെ സ്പോൺസറിങ് ആൻഡ് ട്രെയിനിങ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ സ്പോൺസർ ചെയ്യുക, അവരെ പരിശീലിപ്പിക്കുക, പ്രചോദിപ്പിക്കുക, അവരെ കൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കുകയും എന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് പിന്നെ വാങ്ങിപ്പിക്കാനുള്ള പ്രവർത്തനം നടത്തിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. ഇതിനെക്കുറിച്ചാണ് നമുക്കിപ്പോൾ ഇവിടെ സംസാരിക്കാനുള്ളത്. പല കമ്പനികളും പല രീതിയിലുമുണ്ട്. കമ്പനിയുടെ സാധനങ്ങൾ വാങ്ങിക്കൂടെ? പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് എന്താണ് തെറ്റ്? പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് തെറ്റില്ല. പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാം. പലരും വസ്ത്രം മാത്രം കൊടുക്കുന്നതുണ്ട്. പല ഉൽപ്പന്ന കോണ്ടത്തെ പോലെ ഒരുവിധം ഉൽപ്പന്നങ്ങൾ മുഴുവനും വിറ്റഴിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ വെറും ഔഷധങ്ങൾ, മരുന്നുകൾ മാത്രം കൊടുക്കുന്ന ചില നെറ്റ്വർക്ക് ബിസിനസ് കമ്പനികളുണ്ട്. ഏതായിരുന്നാലും പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നതിന് വിരോധമില്ല. ഹലാലായ പ്രൊഡക്റ്റെങ്കിൽ അത് വാങ്ങി ലാഭത്തിന് വിൽക്കുന്നു. ഒരു വിലക്ക് വാങ്ങി ഒരു വിലക്ക് വിറ്റ് ഡിഫറൻസ് ലാഭമായി എടുക്കുന്നു. അത് സാധാരണ കച്ചവട രീതിയാണ്, അതിന് വിരോധമില്ല. എന്നാൽ പിന്നെ ബിസിനസ്സിൽ കണ്ണിയായി മറ്റുള്ളവരെ കണ്ണി ചേർത്ത് അതിൻ്റെ കമ്മീഷൻസും അത് മൂലം ഉണ്ടാകുന്ന ബെനിഫിറ്റുകളും പറ്റുന്നതിനെ കുറിച്ച് എന്തു പറയുന്നു? ഇതാണ് നമ്മുടെ വിഷയം. അതിനെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഇത് പറയാൻ വിൽക്കുന്ന സാധനം അവിടെ ഒന്നാമതായിട്ട് അത് അറിയപ്പെട്ടതാകണം, രണ്ടാമതായിട്ട് ഉടമാവകാശമുള്ളതാകണം, മൂന്നാമതായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന, തൽക്കാലം അപ്പോൾ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതാകണം. ഇവിടെ അതൊന്നും നടക്കുന്നില്ല. ഇത് അജ്ഞാതമാണ്. കമ്പനി എനിക്ക് ഓഫർ ചെയ്യുന്ന കമ്മീഷൻസ്, ഞാൻ എത്ര ആളുകളെ ചേർക്കും, അവരെത്ര പർച്ചേസ് നടത്തും, ആ ശൃംഖല എത്ര താഴോട്ട് പോകും, അതിൽ എന്തൊക്കെ നടക്കും പറയാൻ പറ്റില്ല. അജ്ഞാതമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ മുസമ്മനിന്റെ ഒരു ജുസ് അജ്ഞാതമായി നിൽക്കുന്നു. അത് തസ്ലീം ചെയ്യാൻ ആവശ്യമാകുന്ന സമയത്ത് തന്നെ ഏൽപ്പിച്ചു തരാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണുള്ളത്. കുദ്റത്തു തസ്ലീം എന്ന് പറഞ്ഞല്ലോ. അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്ന പറവയെ വിൽക്കാൻ പാടില്ല, കാരണം അത് കൈയേൽപ്പിച്ച് ഇപ്പൊ തരാൻ പറ്റുകയില്ല. നദിയിലൂടെ, കടലിലൂടെ, തടാകത്തിലൂടെ പോകുന്ന മത്സ്യത്തെ വിൽക്കാൻ പറ്റുകയില്ല. കുദ്റത്തു തസ്ലീമില്ല, അത് ഏൽപ്പിച്ചു തരാൻ ഇപ്പോൾ ഇവിടെ കഴിയുന്നില്ല. അതുകൊണ്ടിട്ട് ഇവിടെ മബിയടി എന്ന് പറയുന്ന മുസമ്മൻ അവിടെ ശരിയായിട്ടില്ല, കച്ചവടം പത്തിലാകുന്നു. ഇത് കച്ചവടമല്ല. രണ്ടാമത് നടക്കുന്നത് രണ്ട് ഇടപാടാണെന്ന് വെക്കുക. ഒന്ന്, വാദത്തിന് വേണ്ടി ഈ കച്ചവടം, ഈ ഓഫറൊന്നും സമനിലും മുസമ്മനിലും പെടുന്നില്ല. ഞാൻ കമ്പനിക്ക് കൊടുത്ത ഓഫറോ കമ്പനി ഇങ്ങോട്ട് തന്ന ഓഫറോ എന്നും കച്ചവടത്തിൽ പെടുന്നില്ല. അത് കേവലം ഓഫറായിട്ട് തള്ളി. കച്ചവടം സഹിയാണെന്ന് വെക്കുക. എന്നാൽ നമുക്ക് താഴോട്ടിറങ്ങി നമുക്ക് നോക്കാം. ഇത് രണ്ട് ഇടപാടാക്കുക. കിറ്റ് വാങ്ങിയതും കാശ് കൊടുത്തതും ഒരു ഇടപാട്. അത് കഴിഞ്ഞു ഇനി എന്താ ചെയ്യുന്നത്? കമ്പനിക്ക് വേണ്ടി ഞാൻ സേവനം ചെയ്യുന്നു, കമ്പനി എനിക്ക് വേതനം തരുന്നു, മെമ്പർമാരെ ഞാൻ ചേർക്കുന്നു, ഐഡിമാരെ ഞാൻ ചേർക്കുന്നു, സ്വതന്ത്ര വിതരണക്കാരെ ഞാൻ ചേർക്കുന്നു എന്ന സേവനം ഞാൻ കമ്പനിക്ക് വേണ്ടി ചെയ്യുന്നു, കമ്പനി എനിക്ക് വേതനം തരുന്നു. അപ്പൊ സേവന വേതന വ്യവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയാണെന്ന് വെച്ചാലും ഇത് ശരിയല്ല. എന്തുകൊണ്ട്? സേവന വേതന വ്യവസ്ഥയിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സേവനം വ്യക്തമാകണം, വേതനവും വ്യക്തമാകണം. ഇവിടെ രണ്ടും അവ്യക്തമാണ്. എന്തുകൊണ്ട്? ഇവിടെ സേവനവും അവ്യക്തമാണ്, വേതനവും അവ്യക്തമാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? സേവനം, ഞാൻ അധ്വാനിക്കുന്നു. ഈ അധ്വാനം എത്രത്തോളം എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഒരു കണ്ണ് രോഗി, നമ്മുടെ ഫിഖിന്റെ കിതാബുകളിൽ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. കണ്ണിന് അസുഖം ബാധിച്ച ഒരാൾ അയാളുടെ കണ്ണിന് ചികിത്സിക്കുകയാണ്. എന്നാൽ ചികിത്സിക്കാൻ എത്ര ദിവസം എന്ന് പറയണം. വാടക നിശ്ചയിക്കുമ്പോൾ അയാളെ കൂലിക്ക് വിളിക്കുകയാണെങ്കിൽ, ഒരു ചികിത്സാരിയെ കണ്ണിന് ചികിത്സിക്കാൻ വേണ്ടി കൂലിക്ക് വിളിക്കുന്നു എങ്കിൽ അവിടെ ഇത്ര ദിവസം, ഇത്ര സമയം വന്ന് എന്റെ കണ്ണിന് മരുന്ന് വിറ്റിച്ചില്ലെങ്കിൽ ചികിത്സ നടത്തണം എന്ന് പറയാം. പണ്ട് കാലത്തെ ചികിത്സയുമായി താരതമ്യം ചെയ്താ പറയുന്നത്, അന്നിലുള്ള സൗകര്യങ്ങളാണ് പറയുന്നത്. ദൂനൽ ബുർ, ഈ സുഖപ്പെടുന്നത് വരെ എന്ന് പറഞ്ഞുകൂടാ.
സുഖപ്പെടുന്നത് വരെ എന്റെ കണ്ണിന് ചികിത്സിക്കാൻ വേണ്ടി നിങ്ങളെ ഞാൻ വാടകയ്ക്ക് വിളിച്ചു. പറയാൻ പറ്റില്ല. കാരണം അവിടെ വേതനം പറഞ്ഞാലും സേവനം അവ്യക്തമാണ്. എപ്പോഴാണ് സുഖപ്പെടുക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സുഖപ്പെട്ടേക്കാം. ചിലപ്പോൾ ചികിത്സ 1 മാസമോ 2 മാസമോ വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ഇത്ര രൂപ ഞാൻ തരുന്നു, എന്റെ രോഗം സുഖപ്പെടുന്നത് വരെ നിങ്ങൾ ചികിത്സിക്കണമെന്ന് പറഞ്ഞുകൂടാ. എന്തുകൊണ്ട്? കാലയളവ് അവ്യക്തമാണ്. ഇദസ്തജറ റൗളയിൽ കാണാം, ഇദസ്തറലി ലിർബിൽ ലബിൻ ഖുദിറ ബിസമാനിയ ബിൽ അമൽ. ഒരാളെ ഇഷ്ടിക ഉണ്ടാക്കാൻ വേണ്ടി കൂലിക്ക് വിളിച്ചു. നിങ്ങൾ ഇഷ്ടിക ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ഒന്നുകിൽ ഇത്ര ദിവസം നിങ്ങൾ ഈ ഡ്യൂട്ടി ചെയ്യണം, ഇത്ര മണിക്കൂർ ഇത്ര ദിവസം ഡ്യൂട്ടി ചെയ്യണം എന്ന് പറയണം. അല്ലെങ്കിലോ നമ്മളിപ്പോൾ അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഓഫീസിൽ, സ്കൂളിൽ, കോളേജിലൊക്കെ എന്നാൽ 10 to 4 അല്ലെങ്കിൽ മണിക്കൂർ കണക്കാക്കി ഇത്ര മണിക്കൂർ സേവനം അല്ലേ? അങ്ങനെ ഒരിക്കൽ സമയം നിർണ്ണയിക്കുക. അല്ലെങ്കിൽ അവിൽ അമിൽ തൊഴിൽ നിർണ്ണയിക്കണം. അങ്ങനെ ഉയരാവിൽ ബിൽഖദർ അങ്ങനെ തൊഴിൽ നിർണ്ണയിക്കുകയാണെങ്കിൽ ബുജിനൽ അതതു വൽ കാലബു, ഇതിന്റെ മോൾഡ്, ഇതിന്റെ മൂശ എത്ര വലുപ്പമുണ്ടെന്നും അതുപോലെ തന്നെ എത്ര എണ്ണമാണ് വേണ്ടതെന്നും പറയണം. ഇത്ര എണ്ണം ഇഷ്ടിക ഇന്ന മോൾഡിൽ വാർത്ത് നിങ്ങൾ തരണം എന്ന് പറയണം. അങ്ങനെ ഒരു കോണ്ടാക്ട് രീതിയിൽ പറയണം. അല്ലെങ്കിൽ സമയം പറയണം. അതല്ലാതെ എന്തെന്ന് പറഞ്ഞാൽ സമയം പറയാതെ അതുപോലെ തന്നെ ഇതിന്റെ എണ്ണം പറയാതെ വാടക കുളിക്കാൻ പാടില്ല. ഫൈദാക്കാനൽ കാലബു മഅറൂഫൻ ഫദാഖ്. ഇവിടെ മൂസ വാർക്കുന്ന മൂസ തന്നെ അത് അറിയാവുന്നതാണെങ്കിൽ കാര്യം വ്യക്തമാണ്. വയില്ല അങ്ങനെയല്ലെങ്കിൽ ബുയ്യിന തൂലുഹു വഅർളുഹു വസംകുഹു. ഇഷ്ടിക വാർത്ത് തരണമെന്ന് പറഞ്ഞാൽ ഇഷ്ടിക വാർക്കുന്ന മോൾഡ്, അതിന്റെ വലിപ്പം, അതിന്റെ വീതി, അതിന്റെ നീളം, അതിന്റെ കനം എല്ലാം പറഞ്ഞുകൊള്ളണം. അവ്യക്തതിന്റെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇത്രത്തോളം സേവന വേതന വ്യവസ്ഥയിൽ സേവനവും അതുപോലെ തന്നെ വേതനവും വ്യക്തമായിരിക്കണം. ഇതസ്തകചറനം അവ്യക്തതിന്റെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇത്രത്തോളം സേവന വേതന വ്യവസ്ഥയിൽ സേവനവും അതുപോലെ തന്നെ വേതനവും വ്യക്തമായിരിക്കണം. ഇതസ്തകചറനം കമ്പനിക്ക് വേണ്ടി ഞാൻ സേവനം ചെയ്യുന്നു. എന്താണ്? ഐഡിയമാരെ ചേർക്കുകയാണ്. എന്റെ സേവനത്തിന് അതിരും വരമ്പുമില്ല. ചിലപ്പോൾ ഒരാളെ തേടി തിരഞ്ഞ് ഞാൻ അധിക പ്രസംഗം നടത്തി, വാചാരമായി സംസാരിച്ചും കോൺഫറൻസ് നടത്തിയുമൊക്കെ ഒരു മാസമോ 2 മാസമോ നടന്നിട്ട് ഒരാളെ പോലും കിട്ടാത്ത ദുസ്ഥിതി സംജാതമായേക്കാം. അല്ല, ചിലപ്പോൾ 1 ദിവസം കൊണ്ട് എനിക്ക് 8 or 10 ആളെ അല്ലെങ്കിൽ അധികം ആളുകളെ കിട്ടി എന്ന് വന്നേക്കാം. അതുകൊണ്ട് എന്റെ സേവനത്തിന് ഒരു നിജസ്ഥിതിയില്ല, സേവനം വ്യക്തമല്ല. അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്ന വേതനവും വ്യക്തമല്ല. എത്ര ആളെ ഞാൻ ചേർത്താൽ അവർ എത്രത്തോളം പർച്ചേസ് നടത്തും? അവർ എനിക്ക് കീഴിലുള്ള ആളുകളെ ചേർക്കുമോ? അവർ ചേർത്താൽ തന്നെ അവർ എത്ര പർച്ചേസ് നടത്തും? അവർ വീണ്ടും ആളെ ചേർക്കുമോ? അവർ ചേർത്താൽ എത്രത്തോളം നടത്തും? ഇതിൽ ഏതൊക്കെ സ്റ്റാൻഡേർഡിൽ ഞാൻ എത്തുമെന്നുള്ളത് ഒരിക്കലും തന്നെ തീർത്തു പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ സ്റ്റാർ ഏജന്റ് ആകുമോ, അല്ലെങ്കിൽ കരണ്ടം ഏജന്റ് ആകുമോ, പേൾ എ സ്റ്റാർ ആകുമോ, ഡയമണ്ട് സ്റ്റാർ ആകുമോ, എന്താകും? അല്ലെങ്കിൽ എനിക്ക് ഇൻസെന്റീവ് ഒക്കെ കിട്ടുന്ന, ഹാബിസുകൾ കിട്ടുന്ന അവസ്ഥയിലേക്ക് ഞാൻ വളരുമോ? ഇതൊന്നും പറയാൻ പറ്റില്ല. ഊഹ്യമായ വേതനത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ സേവനം ചെയ്യുന്നത്. അങ്ങനെ സേവനം ചെയ്ത് നിരാശപ്പെട്ട നിരവധി ആളുകളുടെ പറഞ്ഞ ഓഫറുകൾ ലഭിക്കാതെ പോയ വഞ്ചിതരായിട്ടുള്ള എത്രയോ ആളുകളുടെ കഥകൾ പത്രമാസിക വിക്രികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒററുണ്ട്. ആകയാൽ ഈ ഇടപാട് സഹീഹല്ല. നിങ്ങൾ നോക്കൂ, മറ്റൊരു കാര്യവും കൂടി മഹാനായ ഇമാം നബവി തങ്ങൾ അങ്ങയുടെ റൗളയിൽ പറയുന്നു, ലാ യജൂസ അൻ യജ്അലൽ ഉജ്റത ശൈഅൻ യസ്ലു ബി അമലിൽ അജ്നബി. വേറൊരാളുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യം വേതനമാക്കാൻ പറ്റുകയില്ല. ഒരാളെ ഒരു സേവനത്തിന് വിളിക്കുന്നു, വേതനം എന്താ? വേറെ ആരോ ചെയ്ത പ്രവർത്തനം. ആ പ്രവർത്തനത്തിന് നമ്മുടെ മോട്ടിവേഷനും അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളും പ്രചോദനങ്ങളൊക്കെ ഇല്ലേ? അതൊക്കെ ഉണ്ടാകട്ടെ. ആരാണ് താഴെയുള്ളവരെ ചേർത്തുന്നത്? അവരെ താഴെയുള്ളവരെ ആരെയാ ചേർത്തുന്നത്? അങ്ങനെ ചേർന്നു. ആ ചേർന്ന ആളുകളുടെ ആ അമൽ കൊണ്ടുണ്ടാകുന്ന വസ്തു ലാഭം, അതിന്റെ ഒരു വിഹിതം നമ്മൾ പറ്റുന്നു. എന്തടിസ്ഥാനത്തിൽ പറ്റുന്നു? എന്തടിസ്ഥാനത്തിലാണ് പറ്റുന്നത്? ബ്രോക്കറേജ് പോലും ഇസ്ലാമിൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ബ്രോക്കറേജ് അനുവദിച്ചപ്പോൾ എന്താന്ന് പറഞ്ഞാൽ, അവിടെ ബ്രോക്കർക്ക് അധ്വാനമുണ്ടോ എങ്കിൽ ബ്രോക്കറേജ് അനുവദനീയം. ഇല്ല, 1-2 വാക്ക് പറഞ്ഞിട്ടുള്ളൂ, ചാടി വീണതാ, എന്നാ പറ്റൂല എന്നാ പറഞ്ഞത്. കാരണം അവിടെ അവന് അധ്വാനമില്ല, അവിടെ അവന് അധ്വാനമുണ്ടാകുന്നില്ല എന്നതാണ് കാരണം. അപ്പൊ അധ്വാനമില്ലെങ്കിൽ, കുൽഫത്തില്ലെങ്കിൽ, അതും കുൽഫത്തിൻ തുക്കാബിലിൽ ഉച്ചറ എന്നാ പറഞ്ഞത്. ഒരു സേവനം ചെയ്യുന്നു, ആ സേവനം
കുൽഫത്തും തുക്കാബിലിൽ ഉജ്റ, കൂലി വേതനം അർഹിക്കുന്ന ഒരു അധ്വാനം ഉണ്ടാകണം. അപ്പൊ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ താഴെ കടയിൽ ആരൊക്കെ ആൾക്കാരെ ചേർത്ത് അതിലൊക്കെ നടത്തി പർച്ചേസ് നടത്തിയതിന്റെ മുഴുവൻ കമ്മീഷൻസ് ഇവന്റെ റെക്കോർഡിലേക്ക് ഇവൻ അറിഞ്ഞോ അറിയാതെയോ വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള അവ്യക്തതയുള്ള, ദുരൂഹതയുള്ള, നിഗൂഢതയുള്ള ഇടപാടുകൾ ബൈഉൽ ഖുററാണ്. ഇങ്ങനെയുള്ള ബൈഉൽ ഖുറർ ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് സൂക്ഷ്മജ്ഞരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരായ ആളുകൾ ഇത്തരം ഇടപാടുകളൊക്കെ നിരോധിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മനസാക്ഷിയോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭൗതികന്മാരായ ആളുകൾ തന്നെ ഇങ്ങനെയുള്ള ഇടപാടുകളെ എതിർത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ ഇതിനെ അനുകൂലിക്കുന്നവരില്ലേ ഉണ്ട്. ഇത്തരം കമ്പനികളൊക്കെ ആദ്യം തന്നെ പിടിക്കേണ്ടവരൊക്കെ പിടിക്കും. ഇതിന്റെ ഗുണമേന്മകളെ സംബന്ധിച്ച് പ്രസംഗിക്കുന്നവരുണ്ട്, അതിൽ എഴുതുന്നവരുണ്ട്. പണം കൊടുത്താൻ എന്ന ലോകത്ത് ആരെയും ഏജന്റുമാരായി കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുസ്ലിമുകളായ നമ്മൾ എല്ലാറ്റിലേക്കും ചാടിവിടാൻ പറ്റുകയില്ല. ഉദാത്തമായ അത്യുന്നതമായ ആദർശവും ജീവിത പദ്ധതിയും സാമ്പത്തിക വ്യവസ്ഥിതിയും ഒക്കെ കയ്യിലുള്ളവരാണല്ലോ മുസ്ലിമുകൾ. അതുകൊണ്ട് മറ്റുള്ളവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കേണ്ടവരായ ബാധ്യതയുള്ള നമ്മൾ ഒരു കാരണവശാലും ഇതിന്റെ വക്താക്കളോ ഇതിന്റെ പ്രചാരകളോ ആകാൻ പാടില്ല. നാളെ ആഖിറത്തിൽ വെച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ മറുപടി പറയേണ്ടി വരുന്നതാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്നതിന് ഫത്വയും ചേടിപ്പോയാൽ ആരോടെങ്കിലും ഫത്വ കിട്ടിയെന്ന് വരും. അതുകൊണ്ട് കാര്യമായില്ല. നിഷ്പക്ഷമായി ഈ കാര്യം വിലയിരുത്തി പിന്നെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന പണ്ഡിതന്മാരുടെ അടുത്ത് ചെല്ലണം. അങ്ങനെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ അവതരണം ഇത് അനുവദിച്ച് കിട്ടേണ്ട രീതിയിലുള്ള അവതരണമുണ്ട്. ഇതിന്റെ തനതായ അവതരണമുണ്ട്. പലപ്പോഴും പല ആളുകളും ചെയ്യാറുള്ളത് എന്താണ്? നിങ്ങൾ കണ്ടില്ലേ, ഇൻഷുറൻസ് ഏജന്റുമാർ നമ്മുടെ അടുത്ത് വന്നാൽ ആദ്യമായി പറയുന്നത് നിങ്ങൾ എന്തിനെ അറച്ചു നിൽക്കണം? ഇതാ ഇന്ന മുസ്ലിയർ അയാൾ ഇൻഷൂറിലെ പോളിസി എടുത്തിട്ടുണ്ടല്ലോ, ഇന്ന ആചാര്യർ എടുത്തിട്ടുണ്ടല്ലോ, ഇന്ന തങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും അത് അനുവദനീയമാകുന്ന രീതിയിൽ പണ്ഡിതന്മാരായ ആളുകൾ അതിന്റെ ഏതൊക്കെ ദോഷവശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ തമസ്കരണം നടത്തി മറച്ചുവെച്ച് അതിന്റെ നല്ല വശങ്ങൾ മാത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് നമ്മളെ കബളിപ്പിച്ച് അതിൽ നമ്മളെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഇത് തന്നെയാണ് എല്ലാ പിഴച്ച ഇടപാടുകളും. ഈ ഇടപാടുകളിൽ തന്നെ വാസ്തവത്തിൽ കോൺഫറൻസുകളിലും അതുപോലെ ഇവരുടേതായിട്ടുള്ള മീറ്റിംഗുകളിലും യോഗങ്ങളിലുമൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുന്നില്ല, പലതും മറച്ചു വെക്കുന്നു എന്ന് പത്രക്കുറിപ്പുകൾ എൻ്റെ കയ്യിലുണ്ട്. പിന്നീട് അതിൽ പെട്ട ആളുകൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. ചില നെറ്റ്വർക്ക് കമ്പനികളിൽ അവരുടെ ഈ മെമ്പർഷിപ്പ് വർഷാന്തം പുതുക്കേണ്ടതുകൊണ്ട് ഇത് തുടക്കത്തിൽ പറയുകയില്ല. പിന്നീടാണ് അറിയുന്നത് ഇങ്ങനെ വർഷാന്തം പുതുക്കണം. ചിലത് ആഴ്ചയിൽ എന്തെങ്കിലും ഒരു സാധനം എടുക്കേണ്ടതുണ്ട്. പിന്നെ മാസാന്തം നിശ്ചിതമായ സുഖ പർച്ചേസ് നടത്തണം. ഇപ്പം DXന്റെ തന്നെ പറയുക, ഈ ഫത്വയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ മുലഹലത്തുൻ ഹത്താ യസ്തഫീദൽ ഉളുവ മിൻ ഖീമത്തി മുശ്തറയാത്തിഹി ശൈരിയ, അവന്റെ മാസാന്തം അവ നടത്തുന്ന പർച്ചേസിന്റെ മൂല്യത്തിൽ നിന്നും വൽ മുസ്തറയാത്തി ശഹരിയറ്റി, അതുപോലെ ലിൽ അളായിൽ മുസ്തരിക്കീന അൻ തരീഖിഹി, അവൻ മുഖേന ആരൊക്കെ ഇതിൽ അംഗങ്ങളായിട്ടുണ്ടോ ആ അംഗങ്ങൾ നടത്തുന്ന മാസാന്ത പർച്ചേസിന്റെയും മൂല്യത്തിൽ നിന്ന് നിശ്ചിതമായ വിഹിതം കമ്മീഷൻസ് അവന് കിട്ടണമെങ്കിൽ ഫലാബുദ്ദ അൻ യസ്തരിയ ഫി ശഹരി നഫ്സിഹി അയ്യ ശൈഇൻ മിൻ മുൻതയാതി ശിർകത്തി ബിഖീമത്തി $36. പിന്നെ $36 വില വരുന്ന ഉൽപ്പന്നങ്ങൾ ഓരോ മാസവും അവൻ വാങ്ങിയിരിക്കണം. അപ്പം $36 വില വരുന്ന സാധനം വാങ്ങണമെന്ന് DXന്റെ പറയുന്നു. മറ്റുള്ളവരുടെ അത് വ്യത്യസ്തമായ രീതിയാണെന്നർത്ഥം. മാസാന്തം പർച്ചേസ് നടത്തിയിരിക്കണം. ഇതിന് വാസ്തവത്തിൽ ഇത് കിട്ടണമെങ്കിൽ മെമ്പറായാൽ പോരാ, മെമ്പർമാരെ ചേർത്താൽ പോരാ, നാം വാങ്ങിയാൽ പോരാ, മറ്റുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിക്കുകയും ചെയ്യണം. മാസാന്തം തുടരണം. വർഷാന്തം പലതിലും പല സിസ്റ്റത്തിലും വർഷാന്തം മെമ്പർഷിപ്പ് പുതുക്കണം, ചിലതിൽ പുതുക്കേണ്ടതില്ല എന്നത് ശരി തന്നെ. ഇങ്ങനെ ഇടതടവില്ലാതെ താഴേക്കിടയിലുള്ള ആളുകളെ കമ്പലിങ്ങും ഫോഴ്സിങ്ങും നടത്തി പ്രചോദിപ്പിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ഇതുണ്ടാക്കുന്നത്. ആകയാൽ ഇവിടെ കിട്ടാൻ പോകുന്നത് ദുരൂഹമായതാണ്. എത്രയെന്ന് നേരത്തെ നിജസ്ഥിതിയില്ല. ഇങ്ങനെയുള്ള ഏച്ചിക്കെട്ടും ഒഴുക്കത്തും ഉള്ള ഇടപാടുകളെ ഇസ്ലാം നിരോധിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഇതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കണമെന്നും നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇത് തെറ്റാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.